ഹായ് ഫ്രണ്ട്സ്, നമുക്ക് തൃശ്ശൂർ എക്സിബിഷന് പോയാലോ? അച്ഛൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങി കേട്ടോ. ഇപ്പോഴത്തെ ചൂടനുസരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമാണ്. പക്ഷേ ഞങ്ങളെന്നാലും പോയി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 100 രൂപയാണ് ഒരാൾക്ക് അവിടെ ടിക്കറ്റ് വരുന്നത്. എല്ലാവരും പോയി കാണുക. പിന്നെ അവിടുത്തെ ചില കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി ഒരു കമ്മലെടുത്തേ, കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷോപ്പുണ്ട് കേട്ടോ പയ്യൻ്റെ. അവൻ ഏതെടുത്താലും 50 രൂപയുള്ള കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരെണ്ണം വാങ്ങിട്ടോ. പിന്നെ ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് അവിടെയും വലിയ തരക്കേടൊന്നും ഇല്ല. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാവരും പോയി കാണുക. പിന്നെ ഞാനൊരു 4 വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ എക്സിബിഷനൊക്കെ പോയിട്ട്, തൃശ്ശൂർ എക്സിബിഷന് പോയിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ അപേക്ഷിച്ചിട്ട്. ഞങ്ങളും കുറച്ച് 1-2 സാധനങ്ങൾ ഞങ്ങളും വാങ്ങി. പിന്നെ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾക്ക് പുറമായിട്ടൊരു ചിന്ത ഉണ്ടാവില്ല കേട്ടോ. ഉള്ളിൽ അത്രയും നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛന് ഓൾറെഡി ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ BP ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അച്ഛന് ഓൾറെഡി കുറവാണ്. നോക്കിയപ്പോൾ ഒന്നുകൂടെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്ഷീണമൊക്കെ അല്ലേ, കുറച്ച് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചൊരു ചായക്കടയിലൊക്കെ കയറി. പിന്നെ പിള്ളേരൊരേ വാശിയായിരുന്നു യന്ത്രൂഞ്ഞാലിനൊക്കെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അവിടുത്തെ കപ്പലിലൊക്കെ കയറി. അവൾക്ക് പേടിയുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ. എന്നാലും ഞാൻ ധൈര്യം ഒക്കെ സംഭരിച്ച് കൊടുത്ത് അവളതിലിരുന്നു. പക്ഷെ ആളെ ഇറങ്ങിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ പോയി ആരും ഐസ്ക്രീം കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് ക്ഷീണം മാറ്റി ഞങ്ങളുടെ നടക്കുക. അവിടെ ഞങ്ങളിതാ ഇതിൻ്റെ എൻഡിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാഴ്ചകളൊക്കെ നടന്ന് കണ്ടുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന നേരം പുറത്തെത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഇത്രയും ഇരുട്ടായിട്ടുണ്ടെന്ന്. അവിടെ കുറച്ച് നേരം ഒന്നുകൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇരുന്നു. ഒരു പയ്യൻ പാട്ട് പാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് ബസ് കയറാൻ നടക്കുകയാണ്. ബസ്സൊക്കെ കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.